ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ഞാൻ ഇന്ന് മാർജിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മാർജിൻ ആയാലും പാഡിംഗ് ആയാലും നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും വർഷത്തോളം ഞാനായാലും ഏതൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയാലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന രണ്ട് CSS പ്രോപ്പർട്ടീസാണ്. ഒന്ന് മാർജിനും ഒന്ന് പാഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ ഞാൻ ഇനി മുതൽ മാർജിനോ അല്ലെങ്കിൽ പാഡിങ്ങോ ആയിരിക്കത്തില്ല യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ അപ്ഡേറ്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഈ അറബ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനായിരിക്കും. കാരണം ഞങ്ങളിവിടെ മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് സൈറ്റുകളും സെയിം മാർക്കപ്പും ഒക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൻ്റെ അറബിക് വേർഷനും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരിക്കലും HTML സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറബിക്കിനും ഇംഗ്ലീഷിനും മാത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് CSS ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാലം എൻ്റെ ഈ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഇനി മുതൽ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പം ഞാനിവിടെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, ഒരു ഹെഡർ ഉണ്ട്. ഓക്കെ, ഒരു ഹെഡർ സെക്ഷൻ ഉണ്ട്, ഒരു ഹീറോ സെക്ഷൻ ഉണ്ട്, ഒരു ചെറിയൊരു ഹീറോ സെക്ഷൻ ഉണ്ട്. ഇനി നമുക്കിവിടെ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു 3 ഐറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് പെട്ടെന്നൊന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ HTMLൻ്റെ അത് തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ CSSൽ വന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഗ്ലോബൽ സെറ്റിങ്സ് ഉണ്ട് എനിക്ക്, പിന്നെ കുറച്ച് ഗ്ലോബൽ ക്ലാസ്സസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല, മാർജിനും പാഡിങ്ങും ആണ്. അപ്പോൾ നമ്മളിവിടെ എന്തുണ്ട്, ഈ ഒരു സെക്ഷൻ ടൈറ്റിൽ കണ്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂം ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സെക്ഷൻ ടൈറ്റിൽ എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു സെക്ഷൻ ടൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ ടൈറ്റിലിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മാർജിൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഒരു ഇമേജിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് കണ്ടല്ലോ, നമ്മുടെ H2-നകത്ത് നമുക്ക് എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മാർജിൻ റൈറ്റ് 15 പിക്സൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 15 പിക്സൽ വെച്ചിട്ടാണ് അത് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മാർജിൻ റൈറ്റ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇനി കാർഡിൽ വന്ന് നോക്കാം. ഈ കാർഡെന്ന് പറയുന്നത് ഇതാണ്, ഈ ഓരോ ഐറ്റവും കാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ കാർഡിനകത്ത് നമ്മൾ വന്നിട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ കാർഡിന് ഈ ഒരു കാർഡിന് നമുക്കൊരു പാഡിങ് ലെഫ്റ്റ് ഉണ്ട് കണ്ടോ. ഈ പച്ച കളർ കണ്ടോ, ഇവിടെ ഇടതുവശത്ത് കാണുന്ന പച്ച കളർ കണ്ടോ, പാഡിങ് ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പാഡിങ് ലെഫ്റ്റ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ട്, ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി അതുപോലെ തന്നെ മാർജിൻ റൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. മാർജിൻ റൈറ്റ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇത് തമ്മിലുള്ള ഈ കാർഡുകൾ തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർജിൻ റൈറ്റും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് കാർഡിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൂടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, കാർഡിനകത്തുള്ള ലാസ്റ്റ് ചൈൽഡിന് ഞാൻ മാർജിൻ റൈറ്റ് 0 ആക്കി കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇതിന് നമ്മൾ മാർജിൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ചൈൽഡിന് മാർജിൻ റൈറ്റ് ഉണ്ട്, ഇതിന് മാർജിൻ റൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിന് നമുക്ക് മാർജിൻ റൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഇപ്പോൾ ഇത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, ഇവിടെ എക്സ്ട്രാ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കൂട്ടാണ്. അപ്പം നമുക്ക് മാർജിൻ റൈറ്റ് ലാസ്റ്റ് ചൈൽഡിന് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് വെബ്സൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ അറബിക് സൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ അറബിക് സൈറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വന്ന് ചെയ്യുന്നത് നമ്മുടെ ഈ HTML-നകത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടല്ലേ, അറബിക് സൈറ്റിൻ്റെ പ്രത്യേകത എന്താ, അവർ വായിക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ഇംഗ്ലീഷ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് HTML ഒരു അട്രിബ്യൂട്ട് ഉണ്ട്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ്, LTR എന്ന് പറയും. പക്ഷേ അറബിക് സൈറ്റിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ RTL ആക്കി മാറ്റണം, ആ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് ആക്കി കൊടുക്കണം. ഇതുണ്ട്, ഇതിപ്പം ഇവിടെയാണ് വരുന്നത് അല്ലേ, സ്ക്രോൾ ബാറൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഒരൊറ്റ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ തന്നെ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു നമ്മൾ RTL കൊടുക്കുമ്പോൾ തന്നെ, റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടോണേ, ഇതിപ്പം ഇവിടെ കിടന്നിരുന്ന സ്ക്രോൾ ബാർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. അപ്പോൾ അത് ബ്രൗസർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചേഞ്ചാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു ലോഗോ നമ്മുടെ നേരത്തെ ഇവിടെയായിരുന്നു, മെനു ഇപ്പുറത്തെ സൈഡായിരുന്നു. ഇതൊന്നും നമ്മൾ ഫ്ലിപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്തൊക്കെ ഫ്ലിപ്പ് ചെയ്യാൻ ബ്രൗസറിന് പറ്റുന്നുണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു
ആ ഒരു 60-70% നമ്മുടെ ഇപ്പോഴത്തെ എന്ത് കഴിഞ്ഞു, ഒരു അറബിക് സൈറ്റ് കഴിഞ്ഞു, ഒരു 2-3 സെക്കൻഡ് കൊണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വില്ലനായിട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ് ടെക്സ്റ്റ് അലൈന്, പിന്നെ മാർജിൻ പ്രോപ്പർട്ടീസ്, പാഡിങ് പ്രോപ്പർട്ടീസ്, പിന്നെ പൊസിഷൻ നമ്മൾ ലെഫ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഇംഗ്ലീഷിനകത്ത് പൊസിഷൻ ലെഫ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് അറബിക്കിൽ വരുമ്പം അത് നമ്മൾ റൈറ്റ് ആക്കി മാറ്റണം. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മാർജിനും പാഡിങ്ങും തന്നെയാണ്. ഒരുപാട് സമയം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഞാനിപ്പം നോർമലായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളിതിപ്പം ഈ ഒരു മാർജിനും പാഡിങ്ങും എങ്ങനെയാണ് അറബിക് സൈറ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഞാൻ ആദ്യം സെക്ഷൻ ടൈറ്റിൽ പോയി. ഓക്കെ, അപ്പം ഞാനിവിടെ വന്നിട്ട് പറയുകയാണ്, ഇപ്പം ഇതിൻ്റെ അറബിക് CS ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഇങ്ങനെ എഴുതി കൊടുക്കും. നമ്മൾ HTML-നകത്ത് നമുക്ക് ഡയറക്ഷൻ എന്തുണ്ട്, നമുക്ക് RTL ഉണ്ട്. അപ്പം RTL-ൻ്റെ കൂടെ, HTML ഡയറക്ഷൻ RTL-ൻ്റെ കൂടെ ഇത് വരികയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുമെന്നറിയാവോ? ആദ്യം ഞാനിത് റീസെറ്റ് ചെയ്യണം. മാർജിൻ റൈറ്റ് ഞാൻ 0 ആക്കി കൊടുക്കണം. കാരണം നമുക്ക് ഇനി അറബിക്കിൽ നമുക്ക് മാർജിൻ റൈറ്റ് ആവശ്യമില്ല. പകരം ഞാൻ എന്ത് ചെയ്യും, മാർജിൻ ലെഫ്റ്റിൽ ഞാൻ എത്ര ആയി കൊടുക്കും, ഈ ഒരു 15 പിക്സലാക്കി കൊടുക്കും. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് ഇപ്പം ഓക്കെ ആയി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്ര ലൈൻ നമ്മളിപ്പം എഴുതിയെന്ന് നോക്കണേ. 1, 2, 3, 4 ലൈൻ നമ്മൾ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ തൽക്കാലം ഞാനിതിന് കോപ്പി ചെയ്യുകയാണ്. കാരണം നമുക്ക് വേറെ 2-3 സ്ഥലത്ത് കൂടി നമുക്കത് മാറ്റണം. ഇനിയിപ്പോൾ നമ്മൾ കാർഡിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തത്, HTML ഡയറക്ഷൻ RTL ആണ്, അതിൻ്റെ കൂടെ തന്നെ കാർഡ് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്കിതെല്ലാം റീസെറ്റ് ചെയ്യണം. മാർജിൻ ലെഫ്റ്റ്, അപ്പം നമുക്ക് മാർജിൻ റൈറ്റ് അവിടെ ഓൾറെഡി ഉണ്ട്, 25 പിക്സലായിരുന്നു, അത് ഞാൻ 0 ആക്കി. കണ്ടില്ലേ, മാർജിൻ റൈറ്റ് 25 ആയിരുന്നു, അത് ഞാൻ 0 ആക്കി. ഇനി ഞാൻ വന്നിട്ട് പാഡിങ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അറബിക്കിൽ നമ്മളത് മാർജിൻ ലെഫ്റ്റ് ആക്കി കൊടുക്കണം അല്ലേ? അപ്പോൾ മാർജിൻ ലെഫ്റ്റ് നമ്മൾ വന്നിട്ട് 25 പിക്സൽ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പാഡിങ് ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ പാഡിങ് ലെഫ്റ്റ് ഇംഗ്ലീഷിനായിരുന്നു. അപ്പോൾ നമ്മളിത് പാഡിങ് ലെഫ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ റീസെറ്റ് ചെയ്തു. പാഡിങ് ലെഫ്റ്റ് ഞാൻ ഇംഗ്ലീഷിന് റീസെറ്റ് ചെയ്തിട്ട് പകരം പാഡിങ് റൈറ്റിലേക്ക് കൊടുത്തു. കാരണം എന്തൊക്കെയാണോ നമ്മൾ ഇംഗ്ലീഷിൽ ലെഫ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ആ ലെഫ്റ്റ് എല്ലാം റീസെറ്റ് ചെയ്തിട്ട് അതിനെ റൈറ്റ് ആയി കൊടുക്കുക. എന്തൊക്കെയാണോ റൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ആ റൈറ്റ് എല്ലാം നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് അതിനെ ലെഫ്റ്റിലേക്ക് ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പാഡിങ് റൈറ്റ് വന്നിട്ട് ഇവിടെ 25 പിക്സൽ കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മുടെ ബോർഡർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഞാൻ ബോർഡർ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ബോർഡർ ലെഫ്റ്റ് ഞാൻ നണ്ണ് കൊടുത്തു. അതിനുശേഷം ഞാൻ ബോർഡർ ഇത് തൽക്കാലം ഞാൻ കോപ്പി ചെയ്യാം. ഇതിനെ നമ്മൾ ബോർഡർ റൈറ്റ് ആക്കി കൊടുത്തു. ഓക്കെ, ബോർഡർ റൈറ്റ് ആക്കി കൊടുത്തു. കണ്ടല്ലോ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, നമുക്ക് അറബിക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പാഡിങ് കൂടി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ കാർഡിനകത്തുള്ള Pക്കകത്ത് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയും കൂടെ വന്നിട്ട് അതിവിടെ കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കിവിടെ കാണാം ഇത് അലൈൻഡ് അല്ല അല്ലേ? അപ്പോൾ നമ്മളിവിടെ വന്നിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഇത്രയും ലൈൻ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും എഴുതി റീസെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതി കൊടുക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ HTML ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു RTL ആണെങ്കിൽ അതിൻ്റെ കൂടെ കാർഡും അതിൻ്റെ കൂടെ Pയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, ഇവിടെ പാഡിങ് റൈറ്റ് എന്നുള്ളത് ഞാൻ 0 ആക്കി കൊടുത്തു. അതുപോലെ തന്നെ പാഡിങ് ലെഫ്റ്റ് എന്നുള്ളത് നമ്മളിപ്പം 25 പിക്സലായി കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾസ് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു ചെറിയ 2 സെക്ഷനിൽ തന്നെ എനിക്ക് ഇത്രയും തവണ എനിക്ക് മാർജിനും പാഡിങ്ങും എഴുതി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 4 ലൈൻ, ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു കുറച്ച് ലൈൻ ഉണ്ട്, ഒരു 7 ലൈൻ ഉണ്ട്. അപ്പം 7, 4, 11 പിന്നെ മുകളിൽ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ CSS ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആക്ച്വൽ പെയിൻ ഇപ്പം മനസ്സിലായി അല്ലേ, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇനിയിപ്പം ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ്. അതായത് ഇംഗ്ലീഷ് സൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ മാർജിനെയും പാഡിങ്ങിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കിടിലൻ CSS പ്രോപ്പർട്ടി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകിയ ഒരു CSS അപ്ഡേറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളിപ്പോൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഞാനെടുത്ത് കളയാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെല്ലാം എടുത്ത് റീസെറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടല്ല, ഇത്രയും ലൈൻസ് ഓഫ് കോഡ് ഞാൻ എടുത്ത് കളയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ HTML ഡയറക്ഷൻ ഒന്നുമില്ല. പക്ഷേ HTML ഡയറക്ഷൻ ഇവിടെ നമുക്ക് HTML ഇവിടെ വേണം. പക്ഷേ ഇനി നമ്മൾ മുമ്പത്തെ കൂട്ട് തന്നെ പൊട്ടി അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ഇംഗ്ലീഷ് എഴുതിയ സമയത്ത് തന്നെ
ഞാൻ ഞാനിപ്പോൾ ഡയറക്ഷൻ എടുത്ത് കളയാൻ പോണേ, തൽക്കാലത്തേക്കൊന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ഡയറക്ഷൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ എന്തായി, ഒരു സാധാരണ ഒരു ഒരു ഇംഗ്ലീഷ് സൈറ്റായി. നമുക്ക് നോക്കാം, കണ്ടല്ലേ, സാധാരണ ഒരു സംഭവമായി. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇനി മുതൽ ഞാൻ എഴുതാൻ പോകുന്ന മാർജിൻ എന്ന് പറയുന്നത് മാർജിൻ ആയിരിക്കത്തില്ല. ഇപ്പോൾ നോക്കണം, ഇപ്പോൾ ഈ മാർജിൻ റൈറ്റിന് പകരം നമ്മൾ ഇനി മുതൽ എഴുതാൻ പോകേണ്ട കാര്യം എന്ന് പറയുന്നത് മാർജിൻ ഇൻലൈൻ എൻഡ് എന്ന് പറയും. അതായത് മാർജിൻ റൈറ്റിനെ നമ്മൾ ഇനി മുതൽ എഴുതാൻ പോകുന്നത് മാർജിൻ ഇൻലൈൻ എൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു, മാർജിൻ റൈറ്റിന് പകരം കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ നമുക്ക് മാർജിൻ റൈറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, RTL എനേബിൾ ചെയ്തു. നമുക്ക് നോക്കാം, ഇവിടെ നമുക്കത് തിരിച്ചത് ഫ്ലിപ്പായി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഞാൻ എക്സ്ട്രാ ഒരു വരി പോലും എഴുതി കൊടുത്തിട്ടില്ല. ഈ മാർജിൻ ലൈൻ എൻഡ് എന്ന് പറയുന്നത് ഇപ്പം അത് ഫ്ലിപ്പായി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതെന്തായി, ഫ്ലിപ്പായി. കണ്ടില്ലേ, ഇപ്പോൾ ഇതുണ്ടോ, ഈ ഒരു സെയിം CSS പ്രോപ്പർട്ടിയാണ്, പക്ഷേ അതിപ്പം അതിൻ്റെ ഇടതുവശത്താണ് അപ്ലൈ ആവുന്നത്. ഓക്കെ, അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഈ ഡയറക്ഷൻ എടുത്ത് കളഞ്ഞു, നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തു കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ വന്നിട്ടു. ഇനി ഇവിടെയാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ മാർജിൻ റൈറ്റിന് പകരം അല്ലേ, ഇനിയിപ്പോൾ കാർഡിനകത്ത് എനിക്ക് മാർജിൻ റൈറ്റ് ഈ ഒരു സ്പേസ് ഞാൻ എന്ത് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു മാർജിൻ ഇൻലൈൻ എൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം സെയിം മാർജിൻ തന്നെ കിട്ടും. ഇനിയിപ്പോൾ പാഡിങ് ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണ്, പാഡിങ് ഇൻലൈൻ സ്റ്റാർട്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, പാഡിങ് ഇൻലൈൻ സ്റ്റാർട്ട്. നമുക്ക് ബോർഡർ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബോർഡറിന് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, മാർജിൻ ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് പകരം നമ്മൾ ഇനി മുതൽ എന്താ എഴുതാൻ പോകുന്നത്, മാർജിൻ ഇൻലൈൻ സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ടും. ഇനി മാർജിൻ റൈറ്റ് ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ കൊടുക്കുന്നത്, മാർജിൻ ഇൻലൈൻ എൻഡ് എന്നും പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ, എൻഡ്. ഇത് സെയിം സാധനം തന്നെയാണ് നമ്മുടെ പാഡിങ്ങിന് വരുന്നത്. പാഡിങ് ലെഫ്റ്റ് ആണെങ്കിൽ പാഡിങ് ഇൻലൈൻ സ്റ്റാർട്ടും, പാഡിങ് റൈറ്റ് ആണെങ്കിൽ പാഡിങ് ഇൻലൈൻ എൻഡുമാണ് നമ്മളിനി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ മാറ്റേണ്ടത് ഈ ഒരു ബോർഡർ ലെഫ്റ്റ് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് HTML ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു RTL എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കാർഡ് വരികയാണെങ്കിൽ നമുക്ക് തൽക്കാലം ബോർഡർ ലെഫ്റ്റ് ഞാൻ നണ്ണ് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് കൊടുത്തു, ഈ ബോർഡർ റൈറ്റ് മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി. ഇതിനെ നമ്മൾ ബോർഡർ റൈറ്റ് ആയി കൊടുത്താൽ. ഓക്കെ, ഫ്യൂച്ചറിൽ ഇതിനും ചിലപ്പോൾ അപ്ഡേറ്റ് വരുമായിരിക്കും അല്ലേ. ഇനിയിപ്പം ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കൊടുത്ത സംഭവം നമുക്കിനി RTL ആക്കി നോക്കണ്ടേ. ഞാൻ RTL ആക്കി നോക്കി. ഡയറക്ഷൻ RTL ആക്കുമ്പോൾ കണ്ടില്ലേ, ആ ഒരു മാർജിനും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഒരേ ഒരു കാര്യം കൂടി മാത്രമേ മാറ്റാനുള്ളൂ ഇവിടെ അല്ലേ. പാഡിങ് റൈറ്റ് എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റണം, പാഡിങ് ഇൻലൈൻ എൻഡ് അല്ലേ. പാഡിങ് റൈറ്റ് അല്ലായിരുന്നു, അപ്പോൾ പാഡിങ് ഇൻലൈൻ എൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ടില്ലേ, സെയിം സംഭവം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ RTL എടുത്ത് കളഞ്ഞാലും നമുക്കിവിടെ സെയിം സാധനം തന്നെ നമുക്കിവിടെ ഫ്ലിപ്പാവും. കണ്ടില്ലേ, അടിപൊളിയല്ലേ. അപ്പം ഞങ്ങളിപ്പം ചെയ്ത ലാസ്റ്റ് പ്രോജക്റ്റിനകത്താണ് ഞാൻ ഈ ഒരു അപ്രോച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഏകദേശം നമ്മളിപ്പോൾ ഒരു 10-20 മണിക്കൂർ നമ്മൾ അറബിക്കിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഈ ഒരു ജസ്റ്റ് ഒരു പ്രോപ്പർട്ടിയിലൂടെ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ ക്യാൻ യൂസിൽ വന്നിട്ട് നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി പുതിയതായിട്ട് വന്നത് യൂസ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ നോക്കണം കേട്ടോ. അതിൻ്റെ ബ്രൗസർ കമ്പാറ്റബിലിറ്റി എത്ര ഉണ്ടോ നമ്മളിവിടെ നോക്കണം. അപ്പോൾ ഞാൻ പാഡിങ് ഇൻലൈൻ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലില്ല. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലും നമുക്ക് ദുബായിലൊക്കെ നമുക്ക് അറബിക് സൈറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സൈറ്റ് സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടിട്ട്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കൃപ കൊണ്ടിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം കണ്ടിരുന്നു നല്ല സപ്പോർട്ട് നമുക്ക് ഒരുവിധ എല്ലാ ബ്രൗസറിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.